ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ ബറോസിൻ്റെ രണ്ടാം ദിവസം കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം ഒന്ന് ഓർമ്മയിൽ വെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 831ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. രണ്ടാം ദിവസം 66,000-ഓളം ജനങ്ങളാണ് സിനിമ കണ്ടത്. 29% സിനിമയുടെ ഒക്യുപ്പൻസി തിയേറ്ററുകളിൽ നിന്ന് ഉണ്ടായത്. 1,26,00,000 രൂപയാണ് സിനിമയുടെ ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള ഗ്രോസ് കളക്ഷനായി വന്നത്. അങ്ങനെ വരുമ്പോൾ ഫൈനൽ ഗ്രോസ് കളക്ഷൻ 2 കോടിയോളമായിരിക്കും രണ്ടാം ദിവസത്തേത്. ആദ്യ ദിനം സിനിമയ്ക്ക് ലഭ്യമായത് 902 ഷോകളിൽ നിന്ന് 1,48,000-ന് മുകളിലുള്ള ജനങ്ങൾ കണ്ടുവെന്നും 59% ഒക്യുപ്പൻസിയുമാണെന്ന്. അന്നേരം 2,73,80,000 രൂപയോളമായിരുന്നു സിനിമയുടെ ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള ഗ്രോസ് കളക്ഷൻ. 3 കോടിക്ക് മുകളിലായിരുന്നു സിനിമയുടെ 3.5 കോടിക്ക് മുകളിലായിരുന്നു സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ. 2 ദിനം കൊണ്ട് ട്രാക്കേഴ്സ് മുഖാന്തരം മാത്രം സിനിമ 4 കോടിയിലേക്ക് കേരള കളക്ഷൻ എത്തിയിരിക്കുകയാണ്. അതായത് ഇതിനോടകം തന്നെ ആദ്യ ദിനത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 5.55 കോടിയാണ് എന്നുള്ള കളക്ഷൻ വരികയും അത് രണ്ടാം ദിവസം കൂടി വരുമ്പോഴത്തേക്ക് ഏറെക്കുറെ 4 കോടിയോളം വരും എന്നുള്ള പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷൻ 10 കോടിയിലേക്ക് സിനിമ എത്തിപ്പെടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മൂന്നാം ദിവസം മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് വർക്കിംഗ് ഡേ ആണെങ്കിൽ പോലും അതൊരു വെള്ളിയാഴ്ചയാണ്. ഈവനിങ് നൈറ്റ് ഷോസ് എല്ലാം മികച്ച രീതിയിലേക്ക് പോകും. ഇനി വരുന്ന ശനി ഞായർ ദിനങ്ങളിലാണ് ഏറെ പ്രതീക്ഷ. എന്തായാലും ഇൻ്റർനാഷണൽ ക്വാളിറ്റി സ്റ്റഫായിട്ട് ഇറങ്ങിയ മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന സംരംഭം അതിമനോഹരമായ ഒരു കാവ്യം പോലെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി എഴുതിപ്പെട്ട ഒരു മികച്ച സിനിമയായി മാറുന്നു. ഇവിടെ ഫാമിലിയും കുട്ടികളും അല്ലെങ്കിൽ കുട്ടികൾ നിർബന്ധം പിടിച്ച് ഫാമിലിയുമായി പോകുമ്പോൾ അതൊരു മനോഹര കാഴ്ചയായി മാറുന്നു. ഒരു 2.5 മണിക്കൂർ ആ സിനിമാ തിയേറ്ററിൽ കൊച്ചു കുരുന്നുകളുടെ ആ ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ നമുക്ക് കാണാനും കഴിയുന്നു. എന്തായാലും ഫാൻസിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഫാൻസിന് വേണ്ടിയുള്ള ഒരു സിനിമയല്ലാതെയാണ് ഈ ഒരു സിനിമ എത്തിയത്. എന്നിരുന്നാലും മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസുമായി നമുക്ക് വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.